കട്ടപ്പന പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന സാഹിത്യകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറും സംവാദവും നടക്കും. ഈ മാസം 25-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ലൈബ്രറിയിൽ വെച്ച് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. എം.ടി. വാസുദേവൻ നായർ രചിച്ച മലയാളത്തിലെ പ്രശസ്ത നോവലാണ് രണ്ടാം ഊഴം. മഹാഭാരത കഥയെ ആസ്പദമാക്കി രചിച്ച ഈ നോവലിൽ ഭീമനാണ് കേന്ദ്ര കഥാപാത്രം. 5 മക്കളിൽ രണ്ടാമനായ ഭീമന് എപ്പോഴും അർജുനനെയോ യുധിഷ്ഠിരനെയോ കഴിഞ്ഞ് രണ്ടാം ഊഴമേ ലഭിക്കുന്നുള്ളൂ. പാഞ്ചാലിയുടെ കാര്യത്തിലും ഇത് തുടരുന്നു. ഇതാണ് പേരിന് പിന്നിൽ. 1985-ലെ വയലാർ അവാർഡ് നേടിയ നോവലാണ് രണ്ടാം ഊഴം. ഈ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ള സെമിനാറും സംവാദവുമാണ് ലൈബ്രറി ഹാളിൽ വെച്ച് ഈ മാസം 25-ാം തീയതി വൈകിട്ട് 6 മണിക്ക് നടക്കുന്നത്. കട്ടപ്പന പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രതിമാസ പരിപാടികളുടെ ഭാഗമായി ഏപ്രിൽ മാസം 25-ാം തീയതി ചൊവ്വാഴ്ച 6 മണിക്ക് കട്ടപ്പന ലൈബ്രറിയിൽ വെച്ച് എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം എന്ന കൃതിയെ അടിസ്ഥാനമാക്കിയുള്ള സംവാദം നടത്തപ്പെടുകയാണ്. ഈ സംവാദത്തിന്റെ ഉദ്ഘാടന കർമ്മം താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ സിബി പാറപ്പായി നിർവഹിക്കുന്നത്. ഇത് പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ ഭൂമിൽ മോഹൻ ഇതിന്റെ സംവാദം തുടക്കം കുറിക്കുന്നതുമാണ്. ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം അധ്യക്ഷനായിരിക്കും. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സിബി പാറപ്പായി ഉദ്ഘാടനം നിർവഹിക്കും. പ്രശസ്ത സാഹിത്യകാരൻ മോവിൻ മോഹനൻ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതും തുടർന്ന് വിഷയത്തെ ആസ്പദമാക്കിയുള്ള ചർച്ചകളും നടത്തും. യോഗത്തിൽ വെച്ച് ദീർഘകാലം കട്ടപ്പന പബ്ലിക് ലൈബ്രറിയുടെ വിവിധ സ്ഥാനങ്ങൾ വഹിക്കുകയും താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച PJ വർക്കി പുത്രയെ ആദരിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.